ഇന്ന് പാലക്കാട് കൂടി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. നമുക്കറിയാം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ ആവേശം പ്രചരണ രംഗത്തുടനീളം കണ്ടത് പാലക്കാടാണ്. പാലക്കാടിന്റെ തന്നെയാണ് ശ്രദ്ധാകേന്ദ്രം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതുകൊണ്ടാണ് ശ്രദ്ധാകേന്ദ്രമായി ചേലക്കര മാറുന്നത്. പാലക്കാട് ഇന്ന് വോട്ടെടുപ്പ് നടക്കേണ്ടതായിരുന്നു. കൽപ്പാത്തി തേര് നടക്കുന്നതിനാലാണ് 20ലേക്ക് വോട്ടെടുപ്പ് മാറ്റിയത്. പ്രശസ്തമായ കൽപ്പാത്തി തേരിന്റെ 1ാം ദിവസമായിരുന്നു ഇന്ന്. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു രഥാരോഹണം നടന്നത്. പിന്നാലെ രഥപ്രയാണത്തിനും തുടക്കമായി. മറ്റന്നാളാണ് ദേവരഥ സംഗമം നടക്കുക. ഉപതെരഞ്ഞെടുപ്പായതിനാൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രയാണത്തിന്റെ ഭാഗമായി. റിപ്പോർട്ടിലേക്ക്. ചേലക്കരയും വയനാടും ഇന്ന് മുഴുവൻ പോളിംഗ് ബൂത്തിൽ നിൽക്കുമ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിലാണ്. അല്പസമയത്തിനുള്ളിൽ ഇതാ കൽപ്പാത്തിയുടെ തെരുവുകളിലൂടെ നിരത്തുകളിലൂടെ ദേവരഥങ്ങൾ ഒഴുകി തുടങ്ങുകയാണ്. നമുക്ക് കാണാം എന്താണ് 1ാം തേരുത്സവം. കൽപ്പാത്തിപ്പുഴയുടെ തൊട്ടരികിലുള്ള ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട രഥോത്സവത്തിന്റെ തുടക്കമാണ്. 1ാം തേരുകൾ തയ്യാറായിരിക്കുന്നു. ഈ 1ാം തേരുകൾ നമുക്ക് പിറകിൽ കാണാം. ഈ 1ാം തേരുകൾ ഇന്ന് ഈ നിരത്തിലൂടെ സഞ്ചരിക്കും. ദേവരഥങ്ങൾ ജനങ്ങളെ കാണാൻ എത്തുമ്പോൾ ഭക്തി കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണമാണ് ഇന്ന് കൽപ്പാത്തിയിൽ. ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുമുണ്ട്. എല്ലാ മുന്നണികളുടെയും നേതാക്കന്മാർ ഇന്ന് കൽപ്പാത്തിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു രാഷ്ട്രീയവും പറയുന്നില്ലല്ലോ. ഇത് നമ്മള് ഭക്തിയാണ്, ആളുകളുടെ സന്തോഷമാണ്, ആളുകളുടെ ബ്ലസ്ഡ് മൊമെന്റിലാണ്. അതാണ് എല്ലാ രഥോത്സവത്തിനും വരാറുണ്ട്. ഇവിടെ ഭക്തന്മാരോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. മതസൗഹാർദ്ദത്തിന്റെ ഒരു ആഘോഷം കൂടിയാണ് കൽപ്പാത്തി രഥോത്സവം. അല്ല, എല്ലാവരും വന്നത് അങ്ങനെ വേണമല്ലോ. എല്ലാവരും വരട്ടെ. ഇതൊരു സീസണലാകാൻ പാടില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ വർഷവും വരുന്നതാണ്. ഞാനായിരുന്നു ഒരിക്കലും ഇതുപോലെ ഇതിന്റെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സീസണലാണ് എന്നുള്ളൊരു തോന്നൽ കൂടെ ഉണ്ട്. പലരും അവര് ഒരിക്കലെങ്കിലും പങ്കെടുത്താൽ വീണ്ടും വീണ്ടും അവർക്ക് പങ്കെടുക്കാം. അങ്ങനെ ഈ ധാരയിലേക്ക് വരട്ടെ. ഇത് ദേശീയ മുഖ്യധാരയാണ്. ആ ദേശീയ മുഖ്യധാരയിലേക്ക് വരാൻ സാധിക്കുമെന്ന് പറയുന്നത് വലിയ കാര്യം. ഇന്ന് 1ാം തേരുത്സവം നടക്കുന്നു. നാളെ 2ാം തേരുത്സവം. 3ാം ദിവസം 3ാം തേരിനു ശേഷം ദേവരഥ സംഗമം നടക്കും. ഇന്ന് 10:30ക്കും 11:30ക്കും ഇടയ്ക്കാണ് ഇവിടെ രഥ പ്രയാണം നടന്നത് ക്ഷേത്രത്തിൽ. അതിനുശേഷമാണ് തേര് വലിക്കുന്നത്. നമുക്ക് കാണാം ഒരു വർഷം നീണ്ട വ്രതത്തിന് ശേഷമാണ് ഈ തേര് വലിക്കാനായി ഈ ഭക്തർ ഇവിടെ വന്നു നിൽക്കുന്നത്. 3 തേരുകളാണ് റെഡിയായിരിക്കുന്നത്. 3 തേരിൽ 1ാം തേരിത കടന്നു പോകുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവന്മാർ ഭക്തജനങ്ങളെ കാണുന്നതിനായി രഥങ്ങളിൽ വരുമായിരുന്നു എന്നുള്ളതിന്റെ ഐതിഹ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടുകൂടിയാണ് ഈ രഥോത്സവത്തിന്റെ ഈ തേര് 1ാം തേര് പ്രയാണം നടത്തുന്നത്. 1ാം തേരുത്സവത്തിലെ 3ാം തേര് ശിവപാർവതിയുടെ തേര് വരുന്ന സമയമാണ്. സ്ഥാനാർത്ഥികളടക്കം ആ തേര് വലിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൂടി വലിച്ചുകൊണ്ടുള്ള ആ തേരാണ് വരുന്നത്. ആദ്യമായിട്ടാണ് രഥോത്സവത്തിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേലക്കരയിലും വയനാട്ടിലും പോളിംഗ് ബൂത്തിലേക്ക് ജനം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഭക്തി കൂടി ഇടകലർന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഞങ്ങൾക്ക് കൽപ്പാത്തിക്കാർക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കുന്ന 3 മുന്നണികൾ. അത് തന്നെ തങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന 3 മുന്നണികൾ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഈ പാലക്കാടുകാർ മാത്രമല്ല, ഇവിടുന്ന് ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. ഇനി 15ാം തീയതി ദേവരഥ സംഗമം നടത്തുമ്പോൾ കൽപ്പാത്തി പാലക്കാട്